Hello my dear students. Last episode we discussed the periodic functions. Sin omega t periodic, cos omega t periodic, their combinations are periodic. NCERT based a few examples. We have 4 functions. Sin omega t plus cos omega t, then sin omega t plus cos 2 omega t plus sin 4 omega t, e raised to minus omega t, then log omega t. Which of the following functions are periodic and non-periodic? Now, periodic and non-periodic. We check it. Periodic and non-periodic. Okay. The first one, sin omega t plus cos omega t. Okay. This function, we can sin omega t plus cos omega t. F of t is equal to sin omega t plus cos omega t. One mathematical rearrangement. Root 2 into 1 by root 2 sin omega t plus 1 by root 2 cos omega t. എന്താ ചെയ്തത്? root 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒപ്പം root 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 1 by root 2 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം cos 45. ഇവിടെ അത് sin 45. That is pi by 4. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? root 2 into 1 by root 2 replaced by cos pi by 4 ഉണ്ട് sin omega t. അതുപോലെ ഇവിടെ 1 by root 2, ഇതാ ഇവിടെ sin pi by 4. അപ്പോൾ cos a sin b plus sin a cos b. എങ്ങനെ മാറ്റി എഴുതാം? യെസ്, root 2 times sin omega t plus pi by 4. sin omega t plus pi by 4 എക്സ്പാൻഷൻ അല്ലേ ഈ കിടക്കുന്നത്? ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കൂ, എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫൈനൽ ഇക്വേഷൻ ഈസ് root 2 into sin omega t plus pi by 4. ഓക്കെ, സോ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു sin omega t പീരിയോഡിക് ആണ്, cos omega t പീരിയോഡിക് ആണ്. ഇവരുടെ കോമ്പിനേഷൻ sin omega t plus cos omega t can be written like this: root 2 into sin omega t plus pi by 4. Here this root 2 is amplitude of the function, that is maximum value of the function. കാരണം ഈ എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ടൈമിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മിനിമം മാക്സിമം അങ്ങനെ മാറുന്നു. അപ്പോൾ ആ മാക്സിമം വാല്യൂ ആണ് root 2. ദിസ് പൈ ബൈ 4 എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഇനീഷ്യൽ ഫേസ് എന്നാണ് പറയുക. അതെന്താണെന്ന് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ദെൻ വാട്ട് അബൌട്ട് ഫ്രീക്വൻസി? ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. സോ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ. അപ്പോൾ സൈൻ ഒമേഗ ടിയുടെ ടൈം പീരീഡ് 2 പൈ ബൈ ഒമേഗയാണ്, കോസ് ഒമേഗ ടിയുടെ ടൈം പീരീഡും 2 പൈ ബൈ ഒമേഗയാണ്. ഈ കോമ്പിനേഷൻ്റെ ടൈം പീരീഡും 2 പൈ ബൈ ഒമേഗ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തു, sin omega t plus cos omega t is periodic with amplitude root 2, initial phase pi by 4, time period 2 pi by omega. Then നമുക്ക് നെക്സ്റ്റ് കേസിലോട്ട് പോകാം. നോക്കൂ, എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി. ഓൾറെഡി ഫ്യൂരിയർ നമ്മളോട് പറഞ്ഞു കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻസ് ആർ ആൾസോ പീരിയോഡിക്. ഇതിൽ ഫസ്റ്റ് ടൈം എടുത്തു സൈൻ ഒമേഗ ടി. അയാളുടെ ടൈം പീരീഡ് എന്തായിരിക്കും? ദാ ഒമേഗയാണല്ലോ ആംഗുലാർ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ അയാളുടെ ടൈം പീരീഡ് 2 പൈ ബൈ ഒമേഗ. ദെൻ കോസ് 2 ഒമേഗ ടി. അയാളുടെ ടൈം പീരീഡ് പറയുമ്പോൾ നോക്കൂ, ആംഗുലാർ ഫ്രീക്വൻസി 2 ഒമേഗയാണല്ലോ. അപ്പോൾ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 പൈ ബൈ 2 ഒമേഗ, ദാറ്റ് ഈസ് പൈ ബൈ ഒമേഗ, ദാറ്റ് ഈസ് ടി ബൈ 2. ദെൻ ലാസ്റ്റ് വണ്ണിലേക്ക് വരൂ, 4 ഒമേഗ ടി. 4 ഒമേഗ ടി. അപ്പോൾ സൈൻ 4 ഒമേഗ ടിയുടെ ടൈം പീരീഡ് പറയുമ്പോൾ 2 പൈ ബൈ 4 ഒമേഗ, ദാറ്റ് ഈസ് പൈ ബൈ 2 ഒമേഗ, ദാറ്റ് ഈസ് ടി ബൈ 4. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. ഇയാളുടെ ടൈം പീരീഡ് ടി, ഇയാളുടെ ടൈം പീരീഡ് ടി ബൈ 2, ഇയാളുടെ ടൈം പീരീഡ് ടി ബൈ 4 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കോമൺ പീരീഡ് കിട്ടാൻ സിംപ്ലി നിങ്ങൾ LCM എടുത്താൽ മതി. ടി ബൈ 2, ടി ബൈ 4. സോ കോമൺ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ്
ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ മാത്തമാറ്റിക്സ് ഉണ്ട്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 പേരും കൂടെ ചേർന്ന് ഒരു സിംഗിൾ ഫംഗ്ഷനായി വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എന്ത്? യു ടേക്ക് LCM. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇതാ ഈ യെല്ലോ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആരുടെ ഗ്രാഫാണ്? സൈൻ ഒമേഗ ടിയുടെ ഗ്രാഫാണ്. ഇതാ സൈൻ ഒമേഗ ടി. സോ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, ടൈം പീരീഡ് 2π/ω, ദാറ്റ് ഈസ് ടൈം പീരീഡ് ടി. ദിസ് പോയിന്റ് T/2, ദിസ് പോയിന്റ് 0. അതാരുടെ? സൈൻ ഒമേഗ ടിയുടെ. ദെൻ കോസ് 2ω t ഉണ്ട്, സൈൻ 4ω t, 2 പേര് കൂടെ ഉണ്ട് അല്ലേ? ഇതിൽ നോക്കൂ, ഈ ഡാർക്ക് കളറിൽ വരച്ചിരിക്കുന്ന ഡാർക്ക് ബ്ലാക്ക് അതാരാണ്? സി ഇറ്റ് ഈസ് കോസ് 2ω t. കോസ് 2ω t. വാട്ട് ഈസ് ദ ഡിഫറൻസ്? കോസ് ആണ് ഫംഗ്ഷൻ. സൈൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൈം 0 ആകുമ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആണ്. അതുകൊണ്ടാണ് ഇത് ഇതാ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, പക്ഷേ കോസ് 2ω t എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൈം 0 ആയാൽ കോസ് ഫംഗ്ഷൻ മാക്സിമം ആണ്. അതുകൊണ്ടാണ് ഗ്രാഫ് നോക്കുക ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, മാക്സിമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇയാളുടെ ആംപ്ലിറ്റ്യൂഡും 1 ആണ്, ഇയാളുടെ ആംപ്ലിറ്റ്യൂഡും 1 ആണ്, ഇയാളുടെ ആംപ്ലിറ്റ്യൂഡും 1 ആണ്. 3 പേരുടെയും ആംപ്ലിറ്റ്യൂഡ് 1 ആയതുകൊണ്ട് മാക്സിമം വാല്യൂ 3 പേർക്കും സെയിം ആണ്. പക്ഷേ ഫ്രീക്വൻസി സെയിം അല്ല. ഇയാളുടെ ഫ്രീക്വൻസി ഒമേഗ, ഇപ്പോൾ ടൈം പീരീഡ് 2π/ω. ഇയാളുടെ ആംഗുലാർ ഫ്രീക്വൻസി 2ω, അപ്പോൾ ടൈം പീരീഡ് 2π/2ω. ദെൻ ലാസ്റ്റ് വണ്ണിലോട്ട് വരൂ. അപ്പോൾ ഇതിൽ ഈ ബ്ലാക്ക് കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കോസ് 2ω ടിയുടെ ഗ്രാഫാണ്. ദെൻ സൈൻ 4ω ടിയിലേക്ക് നോക്കൂ. സൈൻ 4ω ടി. സൈൻ 4ω ടിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദാ ഈ വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നു, ഡോട്ടഡ് വൈറ്റ് ലൈൻ. യെസ്, അതാണ് ആര്? സൈൻ 4ω ടി. നോക്കൂ, ആംഗുലാർ ഫ്രീക്വൻസി 4ω, സോ ടൈം പീരീഡ് ഈസ് T/4. ഇത് കണ്ടോ നിങ്ങൾ? ഇതാണ് സൈൻ ഒമേഗ ടിയുടെ ഗ്രാഫ്. ഇതാണ് സൈൻ 4ω ടിയുടെ ഗ്രാഫ്. അപ്പൊ ടി ടൈമിൽ സൈൻ ഒമേഗ ടി ഇതാ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നു. അതേസമയത്ത് സൈൻ 4ω ടി 1, 2, 3, 4 ടൈംസ് റിപ്പീറ്റ് ആവുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ ഒമേഗ ടി ഉണ്ട്, കോസ് 2ω t ഉണ്ട്, സൈൻ 4ω t ഉണ്ട്. ഇവരുടെ കോമ്പിനേഷൻ നമ്മൾ സിംഗിൾ വേവ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ടൈം പീരീഡ്? ഞാൻ പറഞ്ഞു 3 പേരും റിപ്പീറ്റ് ചെയ്യാൻ. 3 പേര് കണ്ടോ, കോസ് ഫംഗ്ഷൻ പോസിറ്റീവ് മാക്സിമത്തിൽ നിന്ന് വീണ്ടും ഇവിടെ പോസിറ്റീവ് മാക്സിമം വരുന്നു, റിപ്പീറ്റായി. സൈൻ 0യിൽ നിന്ന് വീണ്ടും 0യിലെത്തി. അതുപോലെ സൈൻ ഒമേഗ ടിയുടെ ഗ്രാഫ് യെല്ലോ, ഇതാ വീണ്ടും 0യിൽ നിന്ന് 0യിലേക്ക് വന്നു. 3 പേരും റിപ്പീറ്റായി. അതിനെടുക്കുന്ന ആ ടൈം പീരീഡിനെയാണ് കോമൺ പീരീഡ് എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെടുത്താൽ മതി പ്രോബ്ലം ചെയ്യുമ്പോൾ? യു ഷുഡ് ടേക്ക് LCM. ഓക്കെ, തേർഡ് ഫംഗ്ഷൻ നോക്കൂ. ഗിവൺ f of t is equal to e raised to minus omega t എന്നാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നു. നമുക്കിങ്ങനെ എഴുതാം, f of t is equal to 1/e raised to omega t, right? If omega t is equal to 0, say time 0 എന്ന് വിചാരിച്ചോളൂ. ടൈം 0 ആയാൽ omega t 0. അങ്ങനെയാണെങ്കിൽ f of t is equal to 1/e to the power 0, that is 1. e raised to 0, 1. നമുക്ക് 1 എന്ന് കിട്ടി. If omega t equal to say 1, time increases, omega t equal to 1. അങ്ങനെയാണെങ്കിൽ f of t is equal നമുക്കത് കിട്ടും, that is equal to 1/e അല്ലേ? ഇയുടെ വാല്യൂ എല്ലാവർക്കും അറിയാം, 1/2.7 ഒരു വാല്യൂ ഉണ്ട് നമുക്ക്. Then time increases, omega t increases. നോക്കൂ, if omega t is equal to 2 വന്നാലോ 2, f of t is equal to 1/e സ്ക്വയർ ആയി. അതായത് 1/2.7 സ്ക്വയർ അല്ലേ? അതായത് ദ ഫങ്ഷൻ ഡിക്രീസസ്. അങ്ങനെ പോയി ഇഫ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു, ടൈമിൻ്റെ വാല്യൂ കൂടി ഒമേഗ ടി ഇൻഫിനിറ്റി ആയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/e raised to infinity, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ വരുന്നത്. ഇപ്പം എന്ത് സംഭവിക്കുന്നു?
when time increases from 0 to infinity, function decreases and finally becomes 0. അല്ലേ? ദെൻ ഇൻഫിനിറ്റി പിന്നെയും വലിയ വലിയ ഇൻഫിനിറ്റി വന്നാലും വാല്യൂ റിമെയിൻസ് 0. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ദിസ് ഫംഗ്ഷൻ നോട്ട് ഏബിൾ ടു റിപ്പീറ്റ്. സോ ഇ റൈസ് ടു മൈനസ് ഒമേഗ ടി എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ്ഡ് ടു മൈനസ് ഒമേഗ ടി ഈസ് എ നോൺ പീരിയോഡിക് ഫംഗ്ഷൻ. സൈനൊമേഗ ടിയും കോസൊമേഗ ടിയൊക്കെ റെഗുലർ ടൈം ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്തിരുന്നു. ഇവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. അതായത് ഒരു ഫൈനൈറ്റ് വാല്യൂവിൽ നിന്ന് എവിടേക്ക് പോയി? അത് 0ലേക്ക് പോയി. നെവർ റിപ്പീറ്റ്സ്. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്കൊരു ഫംഗ്ഷന് കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലോഗ് ഒമേഗ ടി ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലോഗ് ഒമേഗ ടി. നോക്കാം. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലോഗ് ഒമേഗ ടി. ഇതാണ് നമ്മുടെ നാലാമത്തെ ഫംഗ്ഷൻ. നോക്കാം നമുക്ക്. ഇഫ് ടി ഈസ് ഈക്വൽ 0, ഒമേഗ ടി ഈസ് ഈക്വൽ 0. ടൈമിൻ്റെ വാല്യൂ 0 ആയ സമയത്ത് ഒമേഗ ടി 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലോഗ് 0. ലോഗ് 0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സേ മൈനസ് ഇൻഫിനിറ്റി. ദെൻ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ടൈം ഇൻക്രീസ് ചെയ്തു, ഒമേഗ ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 1ലെത്തി. ടൈം ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് ഒമേഗ ടി ഒരു സ്റ്റേജിൽ ഒമേഗ ടി ഈസ് ഈക്വൽ 1 വന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ലോഗ് 1. ലോഗ് 1 ഈസ് 0 ആണല്ലോ. ദെൻ ഇഫ് ഒമേഗ ടി ടൈം ഇൻക്രീസ് ചെയ്യുന്നു, ഒമേഗ ടി ആൾസോ ഇൻക്രീസസ് അല്ലേ. ദെൻ ഇഫ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു നോക്കൂ ഇൻഫിനിറ്റി വന്നെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലോഗ് ഇൻഫിനിറ്റി. എഗെയിൻ നമുക്ക് എന്ത് വരുന്നു? ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആണല്ലോ. അപ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലോഗരിതം ലോഗ് എക്സ് നിങ്ങൾ ഗ്രാഫ് കണ്ടിട്ടുണ്ട്. ലോഗിൻ്റെ വാല്യൂ ഇവിടുന്ന് ഇവിടേക്ക് കൂടുന്നു. മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് കൂടി 0 കൂടി ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതായത് നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ലോഗ് ഒമേഗ ടിയും അതുപോലെ ടൈമും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് വന്ന് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു അല്ലേ. സോ ഇ റൈസ് ടു മൈനസ് ഒമേഗ ടിയെ പോലെ തന്നെ ലോഗ് ഒമേഗ ടി ദാറ്റ് ഫംഗ്ഷൻ ഈസ് ആൾസോ നോൺ പീരിയോഡിക്. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു റിപ്പീറ്റ് ഇൻ റെഗുലർ ടൈം ഇൻ്റർവെൽ. ക്ലിയർ അല്ലേ? അപ്പോൾ 4 എണ്ണമാണ് നമുക്ക് തന്നത്. ഫസ്റ്റ് 2 ഫങ്ഷൻസ് ആർ പീരിയോഡിക്, സെക്കൻഡ് 2 ഫങ്ഷൻസ് ആർ നോൺ പീരിയോഡിക്. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ ടൈമിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേയാണ് നമുക്കത് പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്ന് പറയാൻ കഴിയുള്ളൂ. ക്ലിയർ ആയല്ലോ? ഒരു ഹോംവർക്ക് തരട്ടെ നിങ്ങൾക്ക്. നേരത്തെ ചെയ്തതുപോലെ കമൻറ്റ് ചെയ്യണം. ആരുടെ ഗ്രാഫാണത്? ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. എ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് ടിയും അതുപോലെ ടിയും തമ്മിലുള്ള ഗ്രാഫാണ്. നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിട്ടുള്ള ഏതോ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. സൈൻ തീറ്റയുടെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, കോസ് തീറ്റയുടെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, ഇ റൈസ് ടു മൈനസ് ഒമേഗ ടിയുടെ ഗ്രാഫ് അറിയാം, ലോഗ് ഒമേഗ ടിയുടെ ഗ്രാഫ് അറിയാം. ഇത് ആരുടെ ഗ്രാഫാണ്? ഓക്കെ, ഓർമ്മയുണ്ടല്ലോ എന്താ ചെയ്യേണ്ടത്? നമ്മളെ അറിയിക്കണം, ക്ലാസ് ടീച്ചറെ അറിയിക്കണം ആരുടെ ഗ്രാഫാണ്. ഓക്കെ, യെസ്. പീരിയോഡിക് മോഷൻ, ഓസിലേറ്ററി മോഷൻ, നൗ സിമ്പിൾ ഹാർമോണിക് മോഷൻ. What is simple harmonic motion? It is a kind of oscillatory motion, that is to and from motion about a fixed point. The importance is the force or torque acting on the body directly proportional to displacement in linear SHM, angular displacement in angular SHM. So simply, to and from motion of a particle about its mean position such that the restoring force or torque is proportional to displacement from the mean position is known as simple harmonic motion. Mainly 2 type simple harmonic motion ഉണ്ട്. First one, linear simple harmonic motion. Linear simple harmonic motion എന്ന് പറയുമ്പോൾ particles moves on a straight line like this. ഇതാ ഒരു പാർട്ടിക്കിൾ, ഇതാണ് മീൻ പൊസിഷൻ, ഇതാണ് എക്സ്ട്രീം പൊസിഷൻ. നമ്മൾ അയാളെ ഡിസ്റ്റർബ് ചെയ്തു, അയാൾ എക്സ്ട്രീം പൊസിഷനിലോട്ട് പോയി. നമ്മൾ കൊടുത്ത എനർജിക്ക് അനുസരിച്ച് ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ദാറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കാൾഡ് ആംപ്ലിറ്റ്യൂഡ്. ദെൻ
ആ ആംപ്ലിറ്റ്യൂഡിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കൊടുത്ത മസ്കുലാർ എനർജി ഇയാൾ കൈനറ്റിക് എനർജിയുടെ ഫോമിൽ വാങ്ങിച്ചാണ് എക്സ്ട്രീമിലോട്ട് പോകുന്നത്. ആ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്ത് എക്സ്ട്രീമിൽ എത്തുമ്പോൾ കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് ബോഡി എന്ത് ചെയ്യുന്നു? തിരിച്ചു പോരുമ്പോൾ ഈ പൊസിഷനിലെത്തിയാൽ ബോഡിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനേർഷ്യ കാരണം അതർ സൈഡിലോട്ട് പോകും. അപ്പം ഇനേർഷ്യയും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി. കാരണം എനർജി സ്റ്റോർ ചെയ്യാൻ എന്ത് വേണം? സം കൈൻഡ് ഓഫ് ഇലാസ്റ്റിക് നേച്ചർ വേണം. അതിനൊപ്പം തന്നെ മീൻ പൊസിഷനിലെത്തിയാൽ ആ മീൻ പൊസിഷൻ ഓവർഷൂട്ട് ചെയ്ത് പോകാൻ എന്ത് വേണം? ഇനേർഷ്യ വേണം. ഓക്കെ, സോ ബോഡി ഇത് ലീനിയർ SHM ആണ്. To and from motion about a fixed point. That fixed point is called mean position. The two ends are called extreme position. The separation between mean position and extreme position is called amplitude. That's about linear SHM. ഇതുപോലെ തന്നെ ആംഗുലാർ SHM ഉണ്ട്. ആംഗുലാർ SHM. In this case, particle moves on an arc of a circle. Simple pendulum. സിമ്പിൾ പെൻഡലത്തിൻ്റെ കേസിൽ നമുക്കറിയാം ദാറ്റ് ആർക്ക് ഈസ് എ പാർട്ട് ഓഫ് എ ബിഗ് സർക്കിൾ. ഓക്കെ, അപ്പോൾ ലീനിയർ SHM എക്സാമ്പിൾ ആണ് സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം. ആംഗുലാർ SHM എക്സാമ്പിൾ ആണ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡലം. നമുക്ക് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലീനിയർ SHM പറയാം. ഓക്കെ, ലീനിയർ SHM ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് എൻ്റെ കയ്യിലൊരു സ്പ്രിംഗ് ഉണ്ട്, ദെൻ ഒരു മാസ് ഉണ്ട്. നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇതാ നോക്കൂ, ഇവിടെയാണ് ബ്ലോക്ക് ഇരിക്കുന്നത്, ഒരു സ്പ്രിംഗ് ഉണ്ട്. ഓക്കെ, ഇതാ ഇപ്പം സ്പ്രിംഗ് ഇനീഷ്യലി നാച്ചുറൽ ലെങ്ത്തിലാണ് L. ആ പൊസിഷനാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, മീൻ പൊസിഷൻ. ഓക്കെ, ദെൻ ബൈ സം ഫോഴ്സ്, സേ മസ്കുലാർ ഫോഴ്സ്, ഞാൻ ഇങ്ങ് സ്ട്രെച്ച് ചെയ്യുന്നു സ്പ്രിങ്ങിനെ. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന എനർജി, ആ മസ്കുലാർ എനർജി ഇയാളുടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ആ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് അയാൾ എവിടെ എത്തി? ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തി. ആ പോയിന്റിനെ നിങ്ങൾ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞോളൂ. ദെൻ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി തിരിച്ച് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ബ്ലോക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. വീണ്ടും നാച്ചുറൽ ലെങ്ത് പൊസിഷനിൽ വന്നാൽ, അതായത് ഒറിജിനൽ ലെങ്ത് പൊസിഷനിൽ വന്നാൽ ഈ ബ്ലോക്കിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? നോ, നെവർ. ഇറ്റ് ഗോസ് ടു ദ അതർ സൈഡ് ഡ്യൂ ടു ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഇങ്ങോട്ട് പോയതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങോട്ട് കംപ്രസ്ഡ് ആവും. അപ്പോൾ സ്പ്രിങ് കംപ്രസ്ഡ് ആവും. ആ കംപ്രസ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് വീണ്ടും എനർജി സ്റ്റോർ ചെയ്യും. ആ എനർജി ഉപയോഗിച്ച് തിരിച്ചു തള്ളും. അങ്ങനെയാണ് ഈ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് ഈ പോയിന്റ് ഫിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളതാ ലീനിയർ SHM, മീൻ പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ ഓൺ ദ അതർ സൈഡ്, റൈറ്റ് എക്സ്ട്രീം, ലെഫ്റ്റ് എക്സ്ട്രീം. ഓക്കെ, നോക്കൂ, സേ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മുടെ ബോഡി ഇതാ ഈ പൊസിഷനിലാണെന്ന് വിചാരിച്ചോളൂ. ഏത് പോയിന്റിൽ വേണമെങ്കിൽ വരാട്ടോ, ഒരു ഇൻസ്റ്റൻറ്റ്. ആ സമയത്ത് ആ ബോർഡർ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇഫ് ദർ ഈസ് എനി ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് മസ്റ്റ് ബി ആക്ടിങ് ടുവേർഡ്സ് ദിസ് പോയിന്റ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് മീൻ പൊസിഷൻ. അപ്പോൾ മീൻ പൊസിഷൻ്റെ റൈറ്റിലോ ലെഫ്റ്റിലോ എവിടെ വേണമെങ്കിലും ആവട്ടെ, ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ the restoring force acting on the body always towards mean position. It is the necessary condition for motion to be simple harmonic. സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാ ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ബ്ലോക്ക് എന്ന് വിചാരിച്ചോളൂ. ബ്ലോക്ക് ഇതാ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സ്പ്രിംഗ് സ്ട്രെച്ച്ഡ് പൊസിഷനിലാണ്. അപ്പോൾ ആ സ്ട്രെച്ച്ഡ് പൊസിഷനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ സ്പ്രിംഗ് ഇയാളെ ഇങ്ങോട്ട് വലിക്കുന്നു, അതായത് ടുവേർഡ്സ് മീൻ പൊസിഷൻ. ഓക്കെ, ദെൻ അതിനുശേഷം സ്പ്രിംഗ് കംപ്രസ്ഡ് ആയിട്ട് ഇവിടെയാണ് നിൽക്കുന്നത് വിചാരിച്ചു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ബ്ലോക്കിനെ സ്പ്രിംഗ് അങ്ങോട്ട് തള്ളുന്നു, അതായത് ടുവേർഡ്സ് മീൻ പൊസിഷൻ. അപ്പോൾ ബ്ലോക്ക് റൈറ്റിലോ ലെഫ്റ്റിലോ എവിടെ വേണമെങ്കിലും ആവട്ടെ, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി മസ്റ്റ് ബി ടുവേർഡ്സ് മീൻ പൊസിഷൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. നോട്ട് ഓൺലി ദാറ്റ്, ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ്, നോക്കൂ, ഇപ്പോൾ ബോഡി ഇവിടെയാണ്, സേ ഇവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ എന്ന് വിചാരിച്ചോളൂ. എക്സ് ഡിസ്റ്റൻസ് അകലെ ഫ്രം മീൻ പൊസിഷൻ, ദ ബോഡി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം മീൻ പൊസിഷൻ അറ്റ് എൻ ഇൻസ്റ്റന്റ്. ദെൻ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ഇപ്പം രണ്ട് കണ്ടീഷനാണ്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്
and the direction of that force towards mean position. These are the two conditions. Okay. So F is equal to minus kx. F is equal to minus kx. Force equation. Here k is a constant called force constant. Force constant. നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന്. ഇപ്പോൾ ലീനിയർ SHML മോഷൻ സിമ്പിൾ ഹാർമോണിക് ആവാനുള്ള കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. നെഗറ്റീവ് സൈൻ ഷോസ് ദ ഫോഴ്സ് ടുവേർഡ്സ് മീൻ പൊസിഷൻ. ഓക്കെ. ദെൻ നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എല്ലാവർക്കും അറിയാം. എന്താണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ? എഫ് ഈസ് ഈക്വൽ എം എ ഓർ എം ഇൻറ്റു, നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു എം എ ഓർ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കുന്നു. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇപ്പോൾ നോക്കൂ, ഒരു ഇൻസ്റ്റൻറ്റിൽ ഇയാൾ എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. ആ എക്സിൽ വരുന്ന ചേഞ്ച് ഉണ്ടല്ലോ, സ്മോൾ ചേഞ്ച് ഡി എക്സ്. ഡി എക്സ് ബൈ ഡി ടി ആണ് അയാളുടെ വെലോസിറ്റി. ആരുടെ? ഇയാളുടെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ദെൻ ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി വി, തൊട്ടടുത്ത ഇൻസ്റ്റൻറ്റിൽ വേറെ വെലോസിറ്റിയാണ് ഡി വി ആണ് ചേഞ്ച്. ഡി വി ബൈ ഡി ടി ഇസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ. ഓക്കെ. സോ നമുക്ക് എഫ് ഈസ് ഈക്വൽ, നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഒന്നും കൂടെ പറയുന്നു. എഫ് ഈസ് ഈക്വൽ എം എ ഓർ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി റീപ്ലേസ്ഡ് ബൈ ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്സലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എം എ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ഓർ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ഓർ എം ഇൻറ്റു ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അതാണ് ഈ ഇക്വേഷൻ. എം ഇൻറ്റു ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? കെ എക്സ് ഇങ്ങോട്ട് എടുത്തു. ഇപ്പോൾ എം ഇൻറ്റു ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0 ഓർ ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഒന്നുകൂടെ പറയൂ. ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ, അതായത് ആക്സലറേഷൻ, പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ എം ആരാണ്? ഓസിലേറ്റ് ചെയ്യുന്ന ബോഡി ആരാണോ അയാളുടെ മാസ്. നമ്മളതിനെ ഇനേർഷ്യ എന്നാണ് പറയുക, ഇനേർഷ്യ കേട്ടല്ലോ. അതുപോലെ കെ എന്ന് പറയുമ്പോൾ ആരാണ്? സ്പ്രിങ്സ് കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മളതിനെ ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ഓക്കെ. ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാം. ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0 വേർ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം. ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. ഓക്കെ. കോൾ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് SHM. ആംഗുലാർ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. 2π ടൈംസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കാണാൻ 1/, ടൈം പീരീഡ് എടുത്താൽ മതി. അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യം ഇതാണ്. ഇഫ് മോഷൻ ഈസ് സിമ്പിൾ ഹാർമോണിക്, then this equation must be satisfied. Here what is x? X is the displacement of the body from mean position. അതായത് ഇപ്പോൾ ബോഡി എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്കുള്ള ദൂരമാണ് x. What is dx by dt? dx, small change in that position vector. That is dx is displacement by dt, velocity. dx by dt is velocity. d squared x by dt square is acceleration. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ മോഷൻ എന്താവൂ? സിമ്പിൾ ഹാർമോണിക് ആവൂ. സോ നമ്മളിതിനെ പറയും ദിസ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ലീനിയർ SHM. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം എഫ് ഈസ് ഈക്വൽ മൈനസ് കെ എക്സ്, പിന്നെ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ എം എ, ആക്സലറേഷന് പകരം ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ കൊടുത്തു. ദെൻ രണ്ട് ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ദാറ്റ് മോഷൻ എന്താവൂ? സിമ്പിൾ ഹാർമോണിക് ആവൂ. ആംഗുലാർ SHM ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ, സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഇനീഷ്യലി സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് ഈ പൊസിഷനിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ബോർഡർ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യും? നേരെ താഴേക്ക് ആക്ട് ചെയ്യും, mg.
ടെൻഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യും. ഈ രണ്ട് ഫോഴ്സുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ക്യാൻസൽ ആവും. സോ നോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബോബ്. ഓക്കെ, ദെൻ നമ്മൾ അയാളെ ഡിസ്റ്റർബ് ചെയ്ത് ഒരു പുതിയ പൊസിഷനിലോട്ട് എത്തിച്ചു. ഇതാ ഇവിടെ എത്തിച്ചു എന്ന് വിചാരിച്ചു. മാസ് ഓഫ് ദ ബോബ് ഈസ് എം. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യും? എം ജി നേരെ താഴേക്ക് ആക്ട് ചെയ്യും. വെയിറ്റ് ഓഫ് ദ ബോബ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. നമുക്കറിയാതെ ഈ വയറിൽ ഇതാ ഇങ്ങോട്ട് ടെൻഷൻ ഉണ്ടായിരിക്കും, സ്ട്രിങ്ങിൽ ടെൻഷൻ ടി ഉണ്ട്. ഇത് ഫിക്സ്ഡ് പോയിന്റ് ആണ്. ദെൻ നമുക്ക് ഈ വെയിറ്റിനെ ഇതാ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, ഒരു ഇൻസ്റ്റൻറ്റിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാരായിരിക്കും? എം ജി കോസ് തീറ്റയും അതുപോലെ ഇതാരാണ്? എം ജി സൈൻ തീറ്റയുമാണ്. ആണല്ലോ. ഈ എം ജി സൈൻ തീറ്റ എന്ന് പറയുന്ന അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഇയാളെ വീണ്ടും ഇതാ ഇതേ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നു. എം ജി കോസ് തീറ്റ ആൻഡ് ടെൻഷൻ ആർ ഓപ്പോസിറ്റ് ഇൻ ഡിറക്ഷൻ, സോ ദേ വിൽ ക്യാൻസൽ ഔട്ട്. പക്ഷെ ആര് ബാക്കിയുണ്ട്? അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ടുള്ള എം ജി സൈൻ തീറ്റ ട്രൈങ് ടു ബ്രിങ് ദ ബോഡി ബാക്ക് ടു ദ മീൻ പൊസിഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ അയാളുടെ കയ്യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഇതാ ഇങ്ങോട്ട് വരുന്തോറും കൈനറ്റിക് എനർജിയായി മാറിക്കൊണ്ടിരിക്കും. ഈ പൊസിഷനിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ എൻറ്റയർ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി കൺവെർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. പക്ഷെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമോ? നോ. വൈ? ഡ്യൂ ടു ഇനേർഷ്യ ദ ബോഡി മൂവ് ടു ദ അതർ സൈഡ്. അങ്ങനെ ഇവിടെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ എം ജി സൈൻ തീറ്റ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എൽ. നമുക്കറിയാം എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ വിൽ പ്രൊഡ്യൂസ് ടോർക്ക്. സോ ആംഗുലർ എസ് എച്ച് എമ്മിൽ നമ്മൾ ഫോഴ്സിന് പകരം എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ടോർക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? ദിസ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ. സോ torque tau is equal to directly proportional to theta. നമുക്കറിയാം തീറ്റ കൂടുന്തോറും സൈൻ തീറ്റ കൂടും. സൈൻ തീറ്റ കൂടിയ എം ജി സൈൻ തീറ്റ കൂടും, അതായത് ടോർക്ക് ഇൻക്രീസ്ഡ് ആവും. സോ ടോ ഈസ് ഈക്വൽ ടു മൈനസ് സി തീറ്റ. ഇതാ അവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ടോർക്ക് ടോ ഈസ് ഈക്വൽ മൈനസ് സി തീറ്റ, വേർ സി ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് ടോർഷണൽ റിജിഡിറ്റി. ആ ടോർഷണൽ റിജിഡിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആ സിസ്റ്റം ഏതാണെന്ന് അറിയണം നമുക്ക്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് കേട്ടോ. ദെൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു കമോൺ ഐ ആൽഫ, വേർ ഐ ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അഗെയിൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ഐ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി, ബിക്കോസ് ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ഓർ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി സ്ക്വയർഡ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. വൈ? ഒമേഗ ഈസ് ഡി തീറ്റ ബൈ ഡി ടി. സോ അവർ ഇക്വേഷൻ ഈസ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ, വേർ ഐ ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി about this point, and d squared by theta by dt square is the angular acceleration. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. നോക്കൂ, I into d squared theta by dt square is equal to, come on, I into d squared theta by dt square is equal to minus c theta, or I into, come on, I into d squared theta by dt square plus c theta is equal to 0, or d squared theta by dt square plus c by I into theta is equal to 0, or നേരത്തെ എഴുതിയതുപോലെ എഴുതാം d squared theta by dt square plus omega square theta is equal to 0. Here omega is equal to root c by I. So this is the equation for angular SHM. Angular SHM എന്നുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആര്? സിമ്പിൾ പെൻഡുലം. ലീനിയർ SHMന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു d സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അവിടെ എക്സ് ആരായിരുന്നു? എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബോഡി ഫ്രം ദ മീൻ പൊസിഷൻ. ഹിയർ തീറ്റ ആരാണ്? ആംഗിൾ ടേൺ വിത്ത് റെസ്പെക്ട് ടു മീൻ പൊസിഷൻ. അപ്പോൾ
ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ മോഷൻ എന്താവുന്നുള്ളൂ, സിമ്പിൾ ഹാർമോണിക് ആവുന്നുള്ളൂ. അപ്പം നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്തു. ലീനിയർ എസ് എച്ച് എം നമ്മൾ പറഞ്ഞു, ആംഗുലാർ എസ് എച്ച് എം നമ്മൾ പറഞ്ഞു. ഇനി ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ കണ്ടു. എന്തായിരുന്നു ഇക്വേഷൻ? എഫ് ഈസ് ഈക്വൽ ടു എം എ, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തു. എം എ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ഓർ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ എം ഇൻറ്റു ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് പ്ലസ്, നമുക്കിതിനെ അങ്ങോട്ട് എടുക്കാം കേട്ടോ, പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0 ഓർ ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതാണല്ലോ നമ്മൾ പഠിപ്പിച്ച ഇക്വേഷൻ. ഇതിൽ എക്സ് ആരാണ്? എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഫ്രം മീൻ പൊസിഷൻ. നമുക്ക് എക്സിന് ഒരു വാല്യൂ കൊടുക്കാം. സേ നോക്കിക്കോളൂ, എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട്. നമുക്ക് നോക്കാം, എക്സിന്റെ വാല്യൂ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ 0 ഈസ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ക്ലിയർ ആയോ? നോക്കാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? സൊല്യൂഷനായിട്ട് ഞാൻ പറഞ്ഞ ഇക്വേഷനാണ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട്. ഫൈ നോട്ട് എന്ന് പറയുമ്പോൾ ഇനി വാല്യൂ വരാം, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് കേട്ടോ. സേ 45 ആണെങ്കിൽ 45 ഡിഗ്രി, അല്ലെങ്കിൽ 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. നമ്മൾക്ക് അതിനെ ഇനീഷ്യൽ ഫേസ് എന്ന് പറയാം. ഇനീഷ്യൽ ഫേസ് ഈസ് എ കോൺസ്റ്റന്റ്. പക്ഷേ ഒമേഗ ടി ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ടൈം മാറുമ്പോൾ ഒമേഗ ടി വാരി ചെയ്യും, അതിനനുസരിച്ച് ഫംഗ്ഷൻ വാരി ചെയ്യും. ഇപ്പം നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം, ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെലോസിറ്റിയാണത്, വെലോസിറ്റി. അപ്പം നമുക്ക് എങ്ങനെ വരും? എ കോൺസ്റ്റന്റ് ആണ്, അതുപോലെ നിർത്തി. സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കോസ് ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട്. സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ആണ് കോസ് ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് ഇൻറ്റു ദ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒമേഗ കൂടെ വേണം. നോ നീഡ് ടേക്ക് ഫൈ നോട്ടിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, കാരണം ഫൈ നോട്ട് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പം നമുക്ക് ഡി എക്സ് ബൈ ഡി ടി, അതായത് വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട്. ശരിയല്ലേ? ഇനിയാണ് ടെക്നിക്. നമ്മളത് എടുക്കുന്നു, വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ, ദാറ്റ് ഈസ് ആക്സലറേഷൻ. എ കോൺസ്റ്റന്റ് ആണ്, ഒമേഗ കോൺസ്റ്റന്റ് ആണ്. ദെൻ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ നോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് ഇൻറ്റു ഒമേഗ. ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ഒമേഗ. ഇപ്പം നമ്മുടെ ഇക്വേഷൻ തായി മൈനസ് സൈൻ നമ്മൾ ഔട്ടാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നോക്കൂ, ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ അല്ലേ? എ ഒമേഗ സ്ക്വയർ, ഒമേഗ ഇൻറ്റു ഒമേഗ, എ ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ 0. ഓക്കെ, ഇതിൽ നോക്കൂ, ഈ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ 0 ആരാണ്? എക്സ് ആണ്. സോ അവർ ഇക്വേഷൻ ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണല്ലോ. ഓർ ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ 0. ക്ലിയർ ആയോ? നമുക്ക് എന്താണ് കിട്ടിയത്? ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ 0. സോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈസ് ദിസ് റിലേഷൻ. ദിസ് റിലേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ.
ഓക്കെ, അപ്പോൾ ഒരു കമ്പാരിസൺ കൂടെ പറയാം. ഇവിടെ കെ ബൈ എമ്മിന് പകരം ഇവിടെ എന്താണ് കിട്ടുന്നത്? നമുക്ക് ഒമേഗ സ്ക്വയർ ആണ്. സോ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം, ഓർ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ കെ ബൈ എം, ഓർ കെ ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ. എം ആരാണ്? ഓസിലേറ്റ് ചെയ്യുന്ന ബോഡി. ഇപ്പം സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം ആണെങ്കിൽ ബ്ലോക്കിൻ്റെ മാസാണ് എം. ഒമേഗ ആരാണ്? ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസി? ആംഗുലാർ ഫ്രീക്വൻസി, 2π ടൈംസ് ഫ്രീക്വൻസി. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തത് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട്. ഈ ഫൈ നോട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി നമുക്കറിയാം കോസ് ഒമേഗ ടിയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സൈൻ ഒമേഗ ടിയും ഇതിൻ്റെ സൊല്യൂഷനാണ്, കോസ് ഒമേഗ ടിയും ഇതിൻ്റെ സൊല്യൂഷനാണ്. ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് is the solution for the differential equation d squared x by dt square plus k by m into x equal to 0. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ x is equal ut plus half a t square is not applicable. എന്താ കാരണം? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം x 0 ആയാൽ, അതായത് മീൻ പൊസിഷൻ, ഫോഴ്സ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ 0. കാരണം എഫ് ഈസ് ഈക്വൽ നമ്മുടെ ഇക്വേഷൻ മൈനസ് കെ എക്സ് എന്നാണല്ലോ. അപ്പോൾ എക്സ് 0 ആയാൽ ആക്സലറേഷൻ 0. അപ്പോൾ ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ 0 അറ്റ് മീൻ പൊസിഷൻ. അതുപോലെ മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷനിലെത്തിയാൽ എഫ് ഈസ് ഈക്വൽ മൈനസ് കെ എ എന്ന് വരും. എ എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പം അതായത് ബോഡി മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുന്തോറും ആക്സലറേഷൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തത് എങ്ങനെയാണ്? ആക്സലറേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻസ് ഒന്നും ഇവിടെ അപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആണല്ലോ? അപ്പം ഞാനൊന്നുകൂടെ പറയാം. ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുമ്പോൾ എന്താ? മീൻ പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ. ഒരു ഇൻസ്റ്റൻറ്റിൽ ഇതാ ബോഡി ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോളൂ. സേ ആ ദൂരം എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ എക്സ് കാണാനുള്ള ഇക്വേഷനാണ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട്. ഓക്കെ, അതുപോലെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട്. ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷനാണ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട്. ഓക്കെ, ഈ ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമ്മളിതാ ഇങ്ങനെ മാറ്റി എഴുതി, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. കാരണം എ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ നോട്ട് ഈസ് എക്സ്, ഓർ എ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0, ഓർ ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ സൈൻ വെച്ചും പറയാം, ഫൈ സീറോൻ്റെ വാല്യൂ 90 ഡിഗ്രി കൊടുത്ത് കോസ് വെച്ചും പറയാം. അപ്പോൾ സൈൻ ഫംഗ്ഷൻ വെച്ചും ഇതിൻ്റെ സൊല്യൂഷൻ എടുക്കാം, കോസ് ഫംഗ്ഷൻ വെച്ചും സൊല്യൂഷൻ എടുക്കാം. ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ഫൈ നോട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ലീനിയർ എസ് എച്ച് എം, ആംഗുലാർ എസ് എച്ച് എം. ലീനിയർ എസ് എച്ച് എമ്മിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നത്. ലീനിയർ എസ് എച്ച് എമ്മിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു, അതിനുശേഷം അതിൻ്റെ സൊല്യൂഷനും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനും വെലോസിറ്റി കാണാനും ആക്സലറേഷൻ കാണാനും എല്ലാം നമ്മൾ പുതിയ ഇക്വേഷൻസ് ആണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സലറേഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. മീൻ പൊസിഷനിൽ ഫോഴ്സ് അല്ലെങ്കിൽ അതിനൊപ്പം ആക്സലറേഷൻ 0 ആണ്. മീനിൽ നിന്നും എക്സ്ട്രീമിലേക്ക് പോകുന്തോറും ഫോഴ്സ് കൂടി വരും. അപ്പോൾ ആക്സലറേഷൻ കൂടി വരും. ആക്സലറേഷൻ വേരിയബിൾ ആയതുകൊണ്ട് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത എപ്പിസോഡ് തൊട്ട് ഞാൻ ഹോംവർക്കുകൾ തരാം. ഓക്കെ.